റെഡ് റിബൺ ഇട്ടു, വൈറ്റ് റിബൺ ഇട്ടു, 2 ഗ്രീൻ റിബൺ, 3 നാഷണൽ ഫ്ലാഗ്. ബിജോ ഇപ്പം എത്ര നാളുകളായിട്ട് ഈ ഒരു മാജിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? 3ാം ക്ലാസ് തൊട്ട് മാജിക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിൽ ഗുരു? അച്ഛനാണ് ഈ മാജിക് എല്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒട്ടുമിക്ക കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോയി ഇപ്പൊ പരിപാടികൾ അവതരിപ്പിക്കാറില്ലേ? ഓക്കെ. ഏതൊക്കെ ചാനലിനകത്ത് ഇതുവരെ പരിപാടി അവതരിപ്പിച്ചു? ഫ്ലവേഴ്സ് ടിവിയിലെ കട്ടുറുമ്പ്, പിന്നെ ജഹിൻ ചാനലിലെ സൂപ്പർ സ്റ്റേജ്, ഓക്കെ, പിന്നെ സൂര്യ കോമഡിയിലെ ഗ്രാമോത്സവം, പിന്നെ ഏഷ്യാനെറ്റിലെ സകലകലാവല്ലവൻ. ഓക്കെ. ഒട്ടുമിക്ക മലയാളം ചാനലിനകത്ത് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. പുതിയ പുതിയ ട്രിക്സ് എല്ലാം പഠിപ്പിക്കുന്ന അച്ഛൻ തന്നെയാണോ? ഈ പഠനത്തോടൊപ്പം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയം എല്ലാം കിട്ടുന്നുണ്ടോ? ഓക്കെ. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അച്ഛനാണോ അതോ വീട്ടിൽ ഫുൾ സപ്പോർട്ടാ? ഓക്കെ. അപ്പോൾ ഇപ്പം മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആരെങ്കിലും പ്രോഗ്രാം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി ചെയ്യാറുണ്ടല്ലോ അല്ലേ? ചെയ്യാറുണ്ട്. നാളെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയുണ്ട്. ഓക്കെ. പിന്നെ 9-ാം തീയതി വള്ളിക്കോട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അവിടെ ഒരു പരിപാടിയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ട്രിക്സ് എത്രത്തോളം ട്രിക്സ് അറിയാം ഇയാൾക്ക്? എത്രത്തോളം മാജിക് ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ കാണിക്കാറുണ്ട്? ഒരു 10-20 ഒരു 5-5 മിനിറ്റ്, ഒരു 10-30 മിനിറ്റ് കളിക്കും. ഒരു മാജീഷ്യൻ ആവാൻ എന്താണ് വേണ്ടത്? ഹാർഡ് വർക്കിംഗ്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുക, കൈയടക്കം അല്ലേ? അതായത് നമ്മുടെ കാണികളെ നമ്മള് ആകർഷിക്കുക, പിടിച്ചു പറ്റുക. ഓക്കെ. ഇതെല്ലാം ഒരു ട്രിക്സ് അല്ലേ ശരിക്കും ഇത്? അപ്പൊ ഈ ട്രിക്സ് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. ഇല്ല, ട്രിക്സ് എല്ലാം തീർന്നല്ലേ? ഇയാൾ ചെയ്യുന്ന ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏതാ മാജിക് ചെയ്യുന്നത്? കൈ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ നിന്ന് നമ്മളൊരു എസ്കേപ്പ് മാജിക്കുകൾ. അപ്പൊ അങ്ങനത്തെ എസ്കേപ്പ് മാജിക്കുകൾ ചെയ്യാറുണ്ടോ? ഓക്കെ. ഇതെല്ലാം അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അച്ഛൻ നിലവിൽ ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ ഇല്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇനിയിപ്പം മോനെ ബിജോയാണ് ഇതെല്ലാം പഠിപ്പിച്ചല്ലേ? ഓക്കെ. ബിജോയ്ക്ക് അപ്പൊ ഇതൊരു വരുമാന മാർഗം കൂടെ അല്ലേ? ഓക്കെ. അപ്പൊ പഠനത്തോടൊപ്പം നമ്മുടെ വീട് മുമ്പോട്ട് പോകുന്ന ഈ ഒരു വരുമാനം കൂടെ ഉണ്ടാണ് അല്ലേ? അപ്പൊ ആൾക്കാർ വിളിച്ച് അവര് നമുക്ക് സപ്പോർട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാറുണ്ടോ? ഉത്സവപ്പറമ്പിലെ പ്രോഗ്രാമുകൾ, അങ്ങനെ കുറെ പ്രോഗ്രാമുകൾ നമ്മൾ വിളിക്കാറുണ്ട്, നമ്മൾ പോയി ചെയ്യുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ഒരു സഹായം കിട്ടുന്നു. അപ്പൊ അതിൽ നിന്ന് മുമ്പോട്ട് പോകുന്നു. ഓക്കെ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ഓക്കെ, പിന്നെ ഞാന്. നിങ്ങൾ 4 പേരാണ്. ഓക്കെ. പിന്നെ ഇപ്പം മോന്റെ ഒരു ആഗ്രഹം എന്താണ് ഇനി അടുത്തതായിട്ടുള്ള? നല്ലൊരു മജീഷ്യൻ ആവുക, പഠിക്കണം, വലിയൊരാളാണ്. നമുക്ക് ഇനി ഇപ്പൊ 10ാം ക്ലാസ്സിലോട്ട് കയറുകയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാനിവിടെ സെന്റ് ജോർജസ് മോന്റെ സ്കൂൾ. ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് കേട്ടു. നിങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടിലാണത്? മാജിക്കിന്റെ പ്രാക്ടീസിങ് മാജിക്ക് പരിപാടി വരുമ്പോൾ നമ്മൾ 2 ദിവസത്തിന് മുമ്പേ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ. പുതിയൊരു ട്രിക്ക് പഠിക്കാൻ എത്ര സമയം എടുക്കും? സമയം വെച്ചാൽ നമുക്ക് അതുപോലെ നല്ല കട്ടിയുള്ള പാടുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. പിന്നെ അത് പഠിച്ചത് തെളിഞ്ഞു കൈ തെളിഞ്ഞു പറഞ്ഞല്ലേ? കുറെ സ്റ്റേജുകളാകുമ്പോൾ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ആവും. ഓക്കെ. നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് ഈ ഗ്രൗണ്ടിലാണ് ചെയ്തത്. നമുക്ക് സ്റ്റേജിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലൈറ്റും സൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെലവ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ല ചെലവുള്ള. ഓക്കെ. അതെല്ലാം നമ്മുടെ ഈ ഒരു വരുമാനത്തിൽ നിന്നാണ്. കിട്ടുന്ന വരുമാനം കൂടുതലും നമുക്ക് ഇതിനകത്ത് തന്നെ ചെലവഴിക്കേണ്ടി വരും അല്ലേ? അപ്പൊ എന്തായാലും ബിജോയുടെ ആഗ്രഹം പോലെ ഭാവിയിൽ വലിയൊരു മജീഷ്യനായിട്ട് വരട്ടല്ലേ മോനെ? ഓക്കെ.